ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പറമ്പിലും മിക്കവാറും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ടെന്ന്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ പറമ്പിൽ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒഴുകിപ്പോകാനുള്ള സ്ഥലത്ത് അവർ മതിൽ കെട്ടിയിരിക്കുകയാണ് തൊട്ടപ്പുറത്തെ പറമ്പുകാർ. അപ്പം അതുവഴിയാണ് ഓടയിലേക്ക് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവരവിടെ മതിൽ കെട്ടിയത് കാരണം നമ്മളുടെ പറമ്പിൽ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഇനി 2-3 ദിവസം വെയിൽ കിട്ടുമ്പോഴേ ഇത് വറ്റിപ്പോകത്തുള്ളൂ. പിന്നെ ഇവിടെ 2 കുളം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ഈ അടുത്ത സമയത്താണ് അത് നികത്തിയതും. അതൊക്കെ ഒരു കാരണമാകാം. അപ്പോൾ ഞാൻ കുറച്ച് വെയിൽ കിട്ടിയപ്പോൾ ഞങ്ങൾ ഈ പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. കുറേ ദിവസമായി നമ്മൾ വെണ്ടയ്ക്കയും അതുപോലെ കക്കിരിക്കയൊക്കെ കളക്ട് ചെയ്തിട്ട് കുറേയൊക്കെ നല്ലതുപോലെ മുറ്റിപ്പോയിട്ടുണ്ട്. കുറച്ച് പണ കോരിയാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടം വരെ വെള്ളം കയറിയിട്ടില്ല. മിക്കവാറും കയറാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ അവിടെയും കയറാനുള്ള ചാൻസ് ഉണ്ട്. മഴയത്തും അതായത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വെണ്ട കൃഷിയൊക്കെ അങ്ങനെ ചീഞ്ഞൊന്നും പോകത്തില്ല. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമാണ്. ഇത് കണ്ടോ, നമ്മളുടെ അത് അങ്ങേ അറ്റമുള്ള പറമ്പാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ കക്കിരിക്ക കൃഷി ചെയ്തത്. ഇവിടെ അങ്ങനെ നമ്മൾ കൃഷി ചെയ്തിട്ടേ ഇല്ല. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരു പരീക്ഷണം എന്ന നിലയിൽ നമ്മളിത് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത്രയേറെ മഴ ഉണ്ടാവുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. തന്നെയുമല്ല, ഇവിടേക്ക് വെള്ളം കെട്ടിക്കിടക്കുമെന്ന് നമ്മളൊട്ട് അറിഞ്ഞുമില്ല. ഈ കക്കിരി നട്ടേക്കുന്നതിൻ്റെ അങ്ങ് അറ്റത്തും ഒരു കുളം ഉണ്ടായിരുന്നു. നമ്മൾ ആ മാവ് നിൽക്കുന്നിടത്തും ഒരു കുളം ഉണ്ടായിരുന്നു. ഇത് രണ്ടും നമ്മൾ നികത്തി. 1 വർഷമായിട്ടേ ഉള്ളൂ നികത്തിയിട്ട്. നമ്മുടെ കക്കിരിയൊക്കെ നല്ലതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അടുത്ത ഒരു 2-3 ദിവസം കൂടി മഴയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗവും വെള്ളം കയറും, അത് നശിച്ചു പോകും. ബാക്കിയുള്ളതൊക്കെ ഞാനിത് കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. കാരണം ഇത്രയേറെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഒഴുകിപ്പോകാൻ സ്ഥലമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പോരായ്മ. ഇവിടെയൊക്കെ സാധാരണ നമ്മൾ വെക്കാറുള്ളത് തെങ്ങും അതുപോലെ വാഴയൊക്കെയാണ്. കുറച്ച് വാഴകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മളുടെ മുളക് വെച്ചിരുന്ന സ്ഥലമാണ്. അവിടെ വെള്ളം ഇപ്പോൾ ഇല്ല അധികം, എന്നാലും ഇവിടെയും വെള്ളം കെട്ടിക്കിടക്കുമായിരിക്കും. നല്ല പോലെ വിളവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പച്ചമുളക്. ഇത് നമ്മൾ പൊടിപ്പിക്കാൻ വാങ്ങിച്ച മുളകിൻ്റെ തൈകളാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു മുളക് ചെടിയിൽ നിന്ന് തന്നെ നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ഇത്രയേറെ നമ്മൾ കഷ്ടപ്പെട്ട് വെച്ചിട്ട് നമുക്കത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുമ്പം അതൊരു ബുദ്ധിമുട്ടല്ലേ. കാരണം ഇവിടെയൊക്കെ വെള്ളം കയറും എന്ന് അറിയാം, എങ്കിലും ഇത്രയേറെ കെട്ടി നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ വീട് നിൽക്കുന്നിടത്തൊന്നും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാറില്ല. പക്ഷേ നമ്മുടെ പറമ്പിൽ ഇതെന്താ തറപ്പുരയിടം എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഞാനായാലും ഹസ്ബൻഡായാലും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയവും അതുപോലെ ഹോളിഡേയ്സ് കിട്ടുമ്പോഴും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ തുച്ഛമായിട്ടുള്ള കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ ഇത്രയേറെ വിളവ് നമുക്ക് കിട്ടിയത് വളരെയേറെ സന്തോഷമാണ്. കണ്ടോ, ഇന്ന് നമുക്ക് കിട്ടിയത് ഇത്രയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.